ഇന്ന് ലോജിക് ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എമർജൻസി ഫണ്ടിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല. അതായത് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അതായത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഒരു ജോലി നമ്മുടെ നഷ്ടമാകാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വരാം. അങ്ങനെ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ടായിരിക്കണം. അതായത് ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പം ഇത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ 3 to 6 months ഓഫ് നമ്മുടെ എക്സ്പെൻസ് ആണ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എമർജൻസി ഫണ്ടിനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെ ആയിരിക്കും. അതായത് എന്താണ് എമർജൻസി ഫണ്ട് എന്നുള്ളത് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതായത് എനിക്കും നിങ്ങൾക്കൊക്കെ എങ്ങനെ ലൈഫിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത എമർജൻസി ഫണ്ട് നമ്മൾ എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയാസ് ആയിരിക്കും നമ്മൾ ഇന്ന് ലോജിക് ചാനലിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. എന്താണ് എമർജൻസി ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു എമർജൻസിക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസി എന്ന് പറയുമ്പോൾ അത് എന്തും ആകാം. ചിലപ്പോൾ അതൊരു അൺഎംപ്ലോയ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി ആവാം, അങ്ങനെ എന്തും ആകാം. ഇപ്പോൾ നോർമലി നമ്മുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് 3 to 6 months ഓഫ് നമ്മുടെ എക്സ്പെൻസ്, അല്ലെങ്കിൽ 3 to 6 months ഓഫ് നമ്മുടെ സാലറിയാണ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് പെട്ടെന്നൊരു ജോലി നമുക്ക് നഷ്ടമായി, അപ്പോൾ ഒരു 3 മുതൽ 6 മാസം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ, അത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എമർജൻസി ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ എമർജൻസി ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മെയിൻ ഒരു അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻസ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആഡ്വക്കേറ്റ് ആയിട്ടൊരു ലിക്വിഡ് ക്യാഷ് ആ ടൈമിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് കൂടുകയും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ ഒരു എമർജൻസി ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവിങ് ഹാബിറ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു സേവിങ് ബിഹേവിയർ ആണ് വളർന്നു വരുന്നത്. അതായത് നമ്മൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ മന്തും നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ സേവിങ് ബിഹേവിയർ അവിടെ വളരുകയാണ് ചെയ്യുന്നത്. ഇതിൽ തേർഡ് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ബാഡ് ഡെബ്റ്റ്സ് എന്നാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എമർജൻസി സിറ്റുവേഷൻ വന്നു, ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോൾ ആ ഒരു ടൈമിൽ കടമെടുക്കാനും ആ ഒരു ഹൈ ഇൻട്രസ്റ്റിൽ കടമെടുത്തിട്ടാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇതിൽ ഫോർത്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏൺസ് ഹൈ ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന എമർജൻസി ഫണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എമർജൻസി ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ എല്ലാവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു പാർട്ടാണ് എമർജൻസി ഫണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എമർജൻസി ഫണ്ടാണ് നിങ്ങളുടെ ബേസ്. ആ ഒരു ബേസ് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ ഫിനാൻസിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി സ്ക്രീനിലേക്ക് പോയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്നൊരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ വിത്തിൻ 1 year, വിത്തിൻ 1.5 years, അതുപോലെ തന്നെ വിത്തിൻ 2 years എന്നുള്ള ഹെഡിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര നാളത്തേക്കുള്ള ഒരു എമർജൻസി ഫണ്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു 3 to 6 months ആണ് നോർമലി നമ്മൾ എമർജൻസി ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻസിൽ വരുന്നത് 3, 4, 5 and 6 ഇത് മന്ത്സ് ആണ് ഉദ്ദേശിക്കുന്നത്.
ഇനി വിത്തിൻ 1 ഇയർ, അതായത് ഒരു വർഷത്തിനുള്ളിലാണ് നിങ്ങൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലാണ് വിത്തിൻ 1 ഇയർ. അത് 1.5 ആണ് ഡ്യൂറേഷൻ വരുന്നെങ്കിൽ 1.5 ഇയേഴ്സ്, അതുപോലെ 2 ഇയേഴ്സ് ഡ്യൂറേഷനെ പറ്റിയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഒരു 3 മാസത്തെ എമർജൻസി ഫണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഒരു 3 മാസത്തെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 20,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തിയുടെ ഒരു കാൽക്കുലേഷനാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 25% എല്ലാ മാസവും മാറ്റി വെച്ചാൽ മാത്രമേ ഒരു വർഷം കൊണ്ട് 3 മാസത്തെ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് 20,000-ൻ്റെ 25% എന്ന് പറയുമ്പോൾ 5,000 രൂപ എല്ലാ മാസം മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ 3 മാസത്തെ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ ഡ്യൂറേഷൻ ഒരു വർഷത്തിൽ നിന്ന് 1.5 വർഷമായിട്ട് കൂട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 17% മാറ്റി വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1.5 വർഷം കൊണ്ട് ഒരു 3 മാസത്തെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അത് 2 വർഷം എന്നുള്ള ഡ്യൂറേഷൻ കൂട്ടുകയാണെങ്കിൽ 12%, അതായത് സാലറിയുടെ 12% മാറ്റി വെക്കുകയാണെങ്കിൽ 3 മാസത്തെ എമർജൻസി ഫണ്ട് 2 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങളിപ്പം 3 മന്ത്സ് മുതൽ 6 മന്ത്സിലേക്ക് ഡ്യൂറേഷൻ വരുവാണെങ്കിൽ, ഇപ്പോൾ 20,000 രൂപ സാലറി വാങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സാലറിയുടെ 50% മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 6 മാസം ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് 20,000-ൻ്റെ 50% എന്ന് പറയുമ്പോൾ 10,000 rupees. ഇനി അത് 1.5 വർഷം കൊണ്ടാണ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ സാലറിയുടെ 33% മാറ്റി വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 1.5 വർഷം കൊണ്ട് 6 മാസം ഒരു എമർജൻസി ഫണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി 2 വർഷം കൊണ്ടാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സാലറിയുടെ 25% മാറ്റി വെക്കുകയാണെങ്കിൽ, അത് 5,000 രൂപ എല്ലാ മാസവും മാറ്റി വെക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് 6 മാസം ഒരു എമർജൻസി ഫണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് 20,000 രൂപ സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയുടെ ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ നിങ്ങളുടെ സാലറി എത്രയായിക്കോട്ടെ, സാലറി ഇൻറ്റു ഓപ്ഷൻസ് എന്ന് പറയുമ്പം അത് ചിലപ്പോൾ 3 മന്ത്സ് ആവാം, 4 മന്ത്സ് ആവാം, ചിലപ്പോൾ 6 മന്ത്സ് ആവാം, ചിലപ്പോൾ 1 ഇയർ ചൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ എൻ്റർ ചെയ്യുക, നിങ്ങൾ ഇൻറ്റു ചെയ്യുക, ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 12 മന്ത്സ് ഡിവൈഡഡ് ബൈ 12. അപ്പോൾ 50,000 രൂപ സാലറി വാങ്ങുന്നൊരു വ്യക്തി 3 മാസത്തെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്, ഒരു വർഷത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 50,000 ഇൻറ്റു 3/12 ആയിരിക്കും വരുന്നത്. ഇനി 1.5 വർഷം കൊണ്ടാണ് ജനറേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 12-ൻ്റെ സ്ഥാനത്ത് 12 + 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ 18 ആയിരിക്കും വരുന്നത്. ഇനി 2 ഇയേഴ്സിലാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ 12 + 12, അപ്പോൾ 24 മന്ത്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്പേഴ്സ് ഡിഫറൻസ് വരുന്നതായിരിക്കും നിങ്ങളുടെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ ജസ്റ്റ് ഓപ്ഷൻ ഇതാണ് വരുന്നത്, ഒരു ഫോമുല ഇതാണ് വരുന്നത്, സാലറി ഇൻറ്റു ഓപ്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് നമ്പർ ഓഫ് മന്ത്സ്. അപ്പോൾ അത് ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു സ്ക്രീനിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്, ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ ഒരു മേജർ പോർഷൻ തന്നെ നിങ്ങൾ എമർജൻസി ഫണ്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ 6 മാസമാണ്, 6 മാസത്തെ ഒരു എമർജൻസി ഫണ്ട് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 50% നിങ്ങൾ മാറ്റി വെക്കണം. അപ്പോൾ അത് എല്ലാവരെയും കൊണ്ടും സാധിച്ചൊന്നും വരത്തില്ല. ഇനി നിങ്ങൾ 2 വർഷമാണ് നിങ്ങൾ ഡ്യൂറേഷൻ എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ 25% മാത്രമേ നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരത്തുള്ളൂ. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ഡ്യൂറേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എമർജൻസി ഫണ്ട് നമ്മൾ എവിടെയാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, 3 to 6 months ഓഫ് നമ്മുടെ സാലറി അല്ലെങ്കിൽ എക്സ്പെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ബൾക്കായിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ലിക്വിഡായിട്ട് നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണോ അത് നിങ്ങൾ ബാങ്കിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്കിൽ ഓട്ടോ സ്വൈപ്പിൻ എന്നുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അത് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിൻ്റെ മുകളിൽ നിങ്ങൾക്ക് FDയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഒരു 6% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് യാതൊരു ലിക്വിഡിറ്റി ഇഷ്യൂ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതായത് നിങ്ങൾക്ക് FDയിലെ പോലെ ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ലിക്വിഡായിട്ട് എത്ര നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ബാങ്കിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓട്ടോ സ്വൈപ്പിൻ ഫെസിലിറ്റിയിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാതെ എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും.
ഇനി ബാക്കിയൊരു പോർഷൻ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 8% അറൗണ്ട് ഒരു 8% നിങ്ങൾക്ക് റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതും ഒരു ഡീസൻറ്റ് റിട്ടേൺ ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് നിങ്ങളിപ്പം ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തു, 3 to 6 months ഓഫ് നിങ്ങളുടെ സാലറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 1.5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിൽ എമർജൻസി ഫണ്ടായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപയുടെ എത്ര പോർഷൻ നിങ്ങൾ ലിക്വിഡായിട്ട് നിങ്ങൾക്ക് വേണം, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ എടുക്കാനായിട്ട് എത്ര പോർഷൻ വേണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. സപ്പോസ് 75,000 രൂപ നിങ്ങൾ ലിക്വിഡായിട്ട് മാറ്റി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോ സ്വൈപ്പിംഗ് ഫെസിലിറ്റി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6% ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ബാക്കി 75,000 രൂപ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ട് റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എവിടെയാണ് എമർജൻസി ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ മാത്രം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ജസ്റ്റ് ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് മാറ്റരുത്. അത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളതാണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എമർജൻസി ഫണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് എമർജൻസി ഫണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ എമർജൻസി ഫണ്ട് അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ട് പറഞ്ഞു. അതുപോലെ എങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന എമർജൻസി ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ആ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു പോർഷനിലേക്ക് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം.